ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ആൻഡ് വ്ലോഗ്സ്. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അത് ഇൻഷോട്ടിനെ പറ്റിയായിരുന്നു. ഇത് തന്നെ ഇൻഷോട്ടിനെ പറ്റി ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അതിന് നമുക്ക് ഇനി അടുത്ത പാർട്ട് വരാൻ പോകുന്നത് കൊളാഷിനെ പറ്റിയാണ്. അപ്പം അതിനു വേണ്ടിയും കാത്തിരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇൻഷോട്ടി കയറാം. ഇൻഷോട്ടി ഇങ്ങനെയാണ് ലോഗോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞു തന്നെയാണ്. ഇവിടെ വീഡിയോ, ഫോട്ടോ ആൻഡ് ഇത് കൊളാബ് എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. നമുക്ക് ഈ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഫോട്ടോ നോക്കാം. ഇത് ഞാൻ ഫോട്ടോ ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സീനല്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് വേണ്ട ഫോട്ടോ നമുക്ക് തിരഞ്ഞെടുക്കാം. എനിക്ക് വേണ്ട ഈ ഒരു പഴത്തിൻ്റെയാണ് ആ ഫോട്ടോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഈ പഴത്തിൻ്റെ ഫോട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ സൂമിങ് എഫക്ട്സ് ഒന്ന് സൂം ചെയ്ത് വയ്ക്കാം. എനിക്കിപ്പം ഇത്രയും ഭാഗം മാത്രം മതി. ഒരു പഴമാണെന്ന് തോന്നിക്കാൻ ഇത്രയും ഭാഗം മാത്രം മതി. അത് നമ്മൾ ഇനിയിപ്പം എനിക്ക് എന്തിലാണോ ഇടേണ്ട അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വെക്കാം. അപ്പം എനിക്ക് നോർമൽ മതി ഈ ഒരു ഷേപ്പ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കളർ നോക്കാം. ഈ കളറുണ്ട്. ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് തോന്നുന്നു ഈ കളറാണ്. ഇതും കളറാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത് നാച്ചുറലായിട്ട്. അതിനുശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇത് നമ്മുടെ ഒരു രീതി അനുസരിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടത്ര അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് കുറച്ചുകൂടി കുന്തിച്ച് വെക്കാം. ഇതാണ് എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പിന്നെന്താണ് ഇതല്ലേ, ഇതൊക്കെ ഞാൻ കുറച്ചായി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇച്ചിരി ഇങ്ങനെ വയ്ക്കാൻ മതി. കളർ ഗ്രീൻ യെല്ലോ ഇത് കൊടുക്കാം. കുറച്ചായി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ കുറച്ചായി അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ചായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തു. ഇതെന്താണ്, അപ്പം ഇതാണ് നമ്മൾ ചെയ്തത്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വേണ്ട എഫക്ട്സ് ആണ്. എനിക്കിപ്പം ഈ RGB എഫക്ട്സ് ഓക്കെ, ഇങ്ങനൊരു എഫക്റ്റ് ഉണ്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. എഫക്റ്റാണ് കേട്ടോ, എഫക്റ്റ്. പിന്നെ ഇതുണ്ട്. ഇതൊക്കെ ഓരോരോ എഫക്റ്റിനനുസരിച്ചാണ്. എനിക്ക് വേണ്ട എഫക്ട്സ് ഞാൻ നോക്കുമ്പോൾ TVൻ്റെ ആണെങ്കിൽ ഇതൊരു പ്രോ ആണ് കേട്ടോ. പ്രോ ഇമേജസ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ലൂസ് ഇമേജ് ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫ്രീ ആണ്. ഇതൊന്നും കിട്ടത്തില്ല. ഇതുണ്ടോ, ഇത് നോക്കാം. പൈസാങ്ക കൊഞ്ചം അണ്ണാനോട പേര് ജോലിക്ക് സ്ലോമോ തെരിക്കിത് കിട്ടാം. എനിക്കിപ്പം ഒന്ന് തന്നെ മതി. എനിക്കിപ്പം വേണ്ട എഫക്റ്റ് വേണമെങ്കിൽ ഇതാണ്. ഈ ഒരു എഫക്റ്റാണ് അതിൻ്റെ ഈ ഒരു സ്ലോ എഫക്ട്സ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ചെറുതാക്കാം. അതിന് 1 മിനിറ്റ് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ്ടേ. ഫോട്ടോ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ, യെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പണിയാവും ഗൈസ്. ഇങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് പിന്നെയും മറ്റേ ഇതിലേക്കോ എവിടെ ഇതല്ലേ, യെസ് ഇതിൽ നമുക്ക് ഇത് തിരഞ്ഞെടുത്ത് കുറച്ച് ഒന്ന് കുറയ്ക്കാം. ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ഇതിൽ നമുക്ക് വേണ്ട കളർ ആഡ് ചെയ്യാനാണ്. ഇവിടെ ഈ ഒരു കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഗ്യാപ്പ് വിട്ടതിൻ്റെ അതാണ് ഞാൻ ഗ്യാപ്പ് വിട്ടത്. നമുക്ക് വേണ്ട കളർ എഫക്ട്സ് വെക്കാനായിട്ടാണ്. പല ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാൻ കേട്ടോ. ഇതൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. കുറേ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോരോ എഫക്ട്സ് ആണ്. ഇത് കിടിലനൊക്കെ എഫക്ട്സ് ഉണ്ട് ഇതിൽ തന്നെ. നമുക്ക് നല്ല കിടിലൻ എഫക്ട്സ് ഒക്കെ തരുന്നേക്കും. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഈ ഒരു എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമോജി, നമുക്ക് വല്ല ഇമോജിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു ഫയറിൻ്റെ ഇമോജി വേണം. ഫയറിൻ്റെ
അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലൈക്ക് കൊടുത്താലോ, ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഇമോജി കൊടുക്കാം. അതിന് വേണ്ടി നമുക്കത് ഡൗൺലോഡ് ചെയ്യണം ഗൈസ്. ലൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇമോജി കൊടുക്കണം, ഇതാക്കണം. ഇപ്പം നമുക്കിത് ഇപ്പോൾ റെഡിയാകും ഗൈസ്. ഇതെനിക്കിപ്പം തമ്മനെ കൊടുക്കാനാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പല പല ഇമോജീസ് നമുക്ക് റെഡിയാക്കാൻ കണ്ടല്ലോ. ഇവിടെയൊക്കെ ഇതൊക്കെ ഓരോ ഇമേജസ് ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ള മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഇത് അവൈലബിൾ അല്ല. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ സീനല്ലേ. നമുക്ക് ലൈക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ഒന്ന് ഇതാക്കേണ്ടി വരും. നമുക്ക് നോക്കാം. പൊള്ളമ്പുള്ള അടിയേ തങ്കമ്മ. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്നും ഇപ്പം ആവശ്യമില്ല. എനിക്ക് ഇമോജി ഇപ്പം ആവശ്യമില്ല നമുക്ക്. പിന്നെ നമുക്ക് വല്ലതും എഴുതണമെങ്കിൽ അത് എഴുതാൻ കേട്ടോ. പക്ഷെ ഇവിടെ ഓരോരോ ടൈപ്പിംഗ് സെറ്റപ്പ് ആണെങ്കിലും പല പല ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്കിപ്പം ഇതൊക്കെ ഇടണമെങ്കിൽ ഇതൊക്കെ ഇടാം. അപ്പം അതൊന്നും വേണ്ടെങ്കിലും ഇതല്ലല്ലോ, ഇത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് വിടാം. എനിക്കിപ്പം ഇതിലുള്ള ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇമോജീസ് അല്ലെങ്കിൽ ടൈപ്പിംഗ് മാത്രമേ എനിക്കിവിടെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് വല്ല ഇറേസ് ചെയ്യണമെങ്കിൽ, വേറെ എന്തെങ്കിലും ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ ക്ലാരിറ്റി ആക്കാനാണ്. അടിയേ തങ്കമ്മ, അടിയേ തങ്കമ്മ, പൊള്ളമ്പുള്ള ഇതൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പം ഈ ലൈൻസൊക്കെ വല്ലതും എഴുതണമെങ്കിൽ നമുക്കിങ്ങനെ ലൈൻസ് വെച്ചിട്ട് എഴുതാനായിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് കണ്ടില്ലേ ഓരോന്ന് എഴുതാൻ. പിന്നെ എറൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ എറൈസിങ് ഓപ്ഷൻ ഉണ്ട്. ഒക്കെ എറൈസ് ചെയ്ത് കളയാം. ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് എറൈസ് ചെയ്ത് കളയാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഇത് ഓരോന്നോരോന്നൊക്കെ ഉണ്ട്. ഇത് ഫുൾ സെറ്റപ്പാണ്. അതൊന്നും എനിക്ക് വേണ്ട, ആവശ്യമില്ല. പിന്നെ ഇതുണ്ട്, ഈ ഓപ്ഷൻസ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിനോണ്ട് അത് വേണ്ട. ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, ആവശ്യമില്ല. സ്റ്റെക്കായി ഗൈസ്, ജസ്റ്റ് സ്റ്റെക്കായല്ലോ. ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ. സ്റ്റെക്കിങ് ഒന്ന് പോകാൻ കുറച്ച് സമയം എടുക്കും. നമുക്കൊന്ന് റീ അടിച്ചെടുക്കാം. ഇതാണ് നമുക്ക് നെറ്റില്ലാത്ത സമയത്തൊക്കെ സ്റ്റെക്കിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നെറ്റുള്ള പ്രോസസ്സിങ്ങിലൊക്കെ നിങ്ങൾക്കിത് മാക്സിമം ചെയ്യാൻ നോക്കുക. അതെ, നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ പകുതിയോളം നമ്മൾ ചെയ്ത് വെച്ചിപ്പോൾ ഇവിടെ കാണാം. ഏതൊട്ട് നമ്മൾ നിർത്തി, ഇതൊട്ട് നിർത്തി. പിന്നെ ഇത് നോക്കാം. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ടുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള അതാണ്. നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ചെയ്തത് വരെ നമുക്കുള്ളത് നമുക്ക് പിന്നെയുള്ള ഇതാണ്. ഇതിൽ നമുക്ക് ഷെയ്പ്പ് അഡ്ജസ്റ്റിംഗ് ആണ്. ഷെയ്പ്പ് വെച്ച് ചെയ്യാം കേട്ടോ. നോർമൽ എടുത്ത് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിലും ലെറ്റേഴ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. അതിനും ഒരു പരസ്യമൊക്കെ കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നെറ്റ് ഓഫ് ആക്കിയിട്ട് ചെയ്താൽ പരസ്യത്തിന് ആവശ്യമില്ല. നിങ്ങൾക്ക് വല്ല സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഫാൻ്റെ ആണ് കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. നമുക്ക് ഇവിടെ തെറ്റ് കൊടുത്താൽ നമുക്കിവിടെ ഡൗൺലോഡൊക്കെ ആയി കിട്ടും. പിന്നെ നമുക്കിത് ഇവിടെ ഹോം ഓപ്ഷനിൽ കൊടുത്താൽ അത് അവിടെ സെറ്റായി.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ പേര് സമയം പറ്റാ. ബൈ.